നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ പാലക്കാടും നിലപാട് ഘടിപ്പിച്ച് മുസ്ലിം ലീഗ്. വിജയ സാധ്യതയുള്ള പട്ടാമ്പി സീറ്റിൽ ഇത്തവണ നിലപാട് മയപ്പെടുത്തേണ്ടതില്ലെന്ന് ലീഗ് ജില്ലാ കമ്മിറ്റി. മണ്ണാർക്കാട് കഴിഞ്ഞാൽ വിജയ സാധ്യതയുള്ള സീറ്റിനായി UDF യോഗത്തിൽ സമ്മർദ്ദം ശക്തമാക്കാൻ ലീഗ് സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു. ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങളുടെ റിസൾട്ടാണ് UDFന്, പ്രത്യേകിച്ച് ലീഗ് മേഖലകളിലാണ് UDFനും വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ തന്നെയല്ല, ഒരു മുസ്ലിം വോട്ടുകളിൽ ഒരു ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ സംസ്ഥാന നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇനിയും ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിന് പുറമെ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പട്ടാമ്പി സീറ്റ് ലീഗിന് ലഭിച്ചാൽ ജില്ലാധ്യക്ഷൻ മരക്കാർ മാരായമംഗലം, ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. അതേസമയം വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ മാത്രം നിലപാട് വ്യക്തമാക്കാം എന്നൊരു തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അജിത് ബാബു പാലക്കാട് നിന്ന് നമുക്കൊപ്പം പറഞ്ഞു തരും. അജിത്തെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം ഈ ലീഗ് കുറേ കാലമായി നോട്ടമിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പട്ടാമ്പി. ഇപ്പോൾ പട്ടാമ്പി ഒരു കാലത്ത് UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 തവണയായിട്ട് UDFന് അത് കിട്ടുന്നില്ല, കൈവിട്ട് പോയിരിക്കുന്നു. അപ്പോൾ കൈകൊണ്ട് നേടാൻ കഴിയാത്തത് കോണി കൊണ്ട് പിടിച്ചെടുക്കാമെന്നാണോ ലീഗിന്റെ വിലയിരുത്തൽ? ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് നിലപാട്? ഇനിയിപ്പം ലീഗ് പട്ടാമ്പിയിലേക്ക് വരികയാണെങ്കിൽ ഈ കോങ്ങാടിന്റെ കാര്യത്തിൽ എന്താണ് ധാരണ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഈ ലീഗ് പട്ടാമ്പി സീറ്റിന് വേണ്ടി വലിയ സമ്മർദ്ദം ചുരുത്തിയതാണ്. പക്ഷേ അത് കോൺഗ്രസ് അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ് ശക്തമായി പട്ടാമ്പി സീറ്റിന് വേണ്ടി വാദിക്കുകയും പട്ടാമ്പി സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. പകരം കോങ്ങാട് സീറ്റിൽ മത്സരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ 27,000-ലധികം വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇത്തരത്തിൽ കോങ്ങാട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കോങ്ങാട് സീറ്റിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ തങ്ങൾക്ക് ശേഷി കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ സീറ്റിൽ മത്സരിച്ചാൽ കൊണ്ട് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ തന്നെ മണ്ണാർക്കാട് കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുന്നത് പട്ടാമ്പിയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ മുന്നേറ്റം ഉൾപ്പെടെ പട്ടാമ്പിയിൽ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി സീറ്റ് ഇത്തവണ നൽകണം എന്നുള്ള കാര്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, സംസ്ഥാന നേതൃത്വം ഇതിനോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തവണ പട്ടാമ്പി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഉറപ്പായും ആ സീറ്റ് തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളൊരു വാദമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ UDFൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഒരു നിലപാട് സ്വീകരിക്കാം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. കാരണം ഒരു കാരണവശാലും ഇപ്പോഴാ ചർച്ചയ്ക്ക് അനുകൂലമായോ മറ്റു തരത്തിലേക്കോ പ്രതികരിക്കേണ്ട സാഹചര്യമില്ല. മറിച്ച് എപ്പോഴാണ് ഇത് UDFൽ ചർച്ചയ്ക്ക് വരുന്നത് അപ്പോൾ നിലപാട് വ്യക്തമാക്കാം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ചർച്ചകൾ ഇത്തവണ പ്രതീക്ഷ വെക്കുന്ന UDF പ്രതീക്ഷ വെക്കുന്ന വിജയിക്കുമെന്ന് പാലക്കാട് കരുതുന്ന ഒരു സീറ്റാണ് പട്ടാമ്പി. LDFും ശക്തമായ പ്രതീക്ഷ വെക്കുന്ന സീറ്റ്. അതായത് ഒരു ശക്തമായ മത്സരം നടക്കുന്ന സീറ്റാണ് പട്ടാമ്പി. അവിടെ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം, അതിൽ മണ്ണാർക്കാട് ശരി. അപ്പൊ അക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. വളരെ